എഫേസ്യർക്ക് എഴുതിയ ലേഖനം. എഫേസ്യർ അധ്യായം 1. ദൈവേച്ഛയാൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന ഞാൻ എഴുതുന്നു. യേശുക്രിസ്തുവിലെ വിശ്വാസികളായ എഫേസോസിലെ ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന്, നിങ്ങൾക്ക് നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയും സമാധാനവും ആശംസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായവന് സ്തുതി. ക്രിസ്തുവിൽ ദൈവം എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ലോക സൃഷ്ടിക്കു മുമ്പ് തന്നെ ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അവന് മുമ്പിൽ നാം പരിശുദ്ധരും കുറ്റമില്ലാത്തവരുമാകേണ്ടതിന് തന്റെ സ്നേഹനിമിത്തം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മെ യേശുക്രിസ്തുവിൽ തന്റെ സ്വന്തം മക്കളാക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു. ദൈവം ആഗ്രഹിച്ചത് അതായിരുന്നു. അതവനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അത് അവന്റെ അത്ഭുതകരമായ കാരുണ്യത്തിന് പുകഴ്ച ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവൻ ആ കാരുണ്യം നിർലോഭം നമുക്ക് തന്നു. തന്റെ പ്രിയപ്പെട്ടവനായ ക്രിസ്തുവിലൂടെയാണ് ആ കാരുണ്യത്തെ അവൻ തന്നത്. ക്രിസ്തുവിൽ അവന്റെ മരണം കൊണ്ട് നാം സ്വതന്ത്രരാക്കപ്പെട്ടു. ദൈവത്തിന്റെ കാരുണ്യ സമൃദ്ധിയിൽ നമുക്ക് പാപങ്ങളിൽ നിന്ന് മാപ്പ്. ദൈവം തന്റെ കാരുണ്യം പൂർണ്ണമായും സൗജന്യമായും നമ്മിൽ കോരിച്ചൊരിഞ്ഞു. അവൻ തന്റെ രഹസ്യ പദ്ധതിയെ മുഴുവൻ വിജ്ഞാനത്തിലും വിവേകത്തിലും നമ്മെ അറിയിച്ചു. ദൈവേച്ഛ അങ്ങനെയായിരുന്നു. അതൊക്കെ ക്രിസ്തുവിലൂടെ നിറവേറ്റാനായിരുന്നു അവന്റെ പരിപാടി. ശരിയായ സമയത്ത് തന്റെ പരിപാടികൾ പൂർത്തിയാക്കുകയായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം. ക്രിസ്തുവിനെ ശിരസാക്കിക്കൊണ്ട് ഭൂമിയിലെയും സ്വർഗത്തിലെയും എല്ലാ വസ്തുക്കളെയും കൂട്ടിച്ചേർക്കാൻ ദൈവം പരിപാടിയിട്ടു. ദൈവത്തിന്റെ ജനമായി ക്രിസ്തുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങളെ അവന്റെ ആളുകളാക്കാൻ ദൈവം കാലേ തന്നെ ആലോചിച്ചിരുന്നു. എല്ലാം തന്റെ തീരുമാനത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് ആക്കി തീർക്കുന്നവനാണ് ദൈവം. ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ചവരാണ് ഞങ്ങൾ. ദൈവമഹത്വത്തെ ഞങ്ങൾ വാഴ്ത്തും എന്നതിനാലാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. നിങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. സത്യ ഉപദേശമായ രക്ഷയുടെ സുവിശേഷം നിങ്ങൾ കേട്ടു. അത് കേട്ടപ്പോൾ നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചു. ദൈവം തന്റെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ക്രിസ്തുവിൽ അവൻ തന്റെ അടയാളം നിങ്ങളുടെ മേൽ ചാർത്തി. ദൈവം തന്റെ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം നമുക്ക് ലഭിക്കുമെന്നതിന് തെളിവാണ് ഈ പരിശുദ്ധാത്മാവ്. അത് ദൈവത്തിന്റെ ജനതയെ പൂർണ്ണ സ്വതന്ത്രരാക്കും. ഇതിന്റെയെല്ലാം ആത്യന്തിക ലക്ഷ്യം ദൈവമഹത്വത്തിന്റെ പുകഴ്ചയാണ്. അതുകൊണ്ടൊക്കെ ഞാൻ നിങ്ങളെ എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഓർമ്മിക്കുകയും നിങ്ങൾക്കായി ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തിന്റെ ജനതയോട് നിങ്ങൾ കാട്ടുന്ന സ്നേഹത്തെക്കുറിച്ചും കേട്ടതു മുതൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവമായ മഹത്വം നിറഞ്ഞ പിതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അവനെ കൂടുതൽ അറിയാൻ സഹായിക്കുന്ന വിവേകത്തിന്റെയും അറിവിന്റെയും ആത്മാവിനെ ദൈവം നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ ധാരണയുണ്ടാക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനെന്ന പ്രത്യാശ നിങ്ങൾ അറിയും. ദൈവം തന്റെ വിശുദ്ധ ജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ സമ്പന്നവും മഹത്വമാണെന്ന് നിങ്ങൾ അറിയും. വിശ്വസിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തി വളരെ മഹത്താണെന്നും നിങ്ങൾ അറിയും. ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച അതേ മഹൽ ശക്തിയാണത്. സ്വർഗീയ സ്ഥലങ്ങളിൽ ദൈവം ക്രിസ്തുവിനെ തന്റെ വലതുവശത്ത് ഇരുത്തി. ദൈവം യേശുവിനെ എല്ലാ ഭരണാധിപന്മാരിലും അധികാരികളിലും ശക്തികളിലും രാജാക്കന്മാരിലും പ്രധാനിയാക്കി. ഈ ലോകത്തിലോ അടുത്ത ലോകത്തിലോ ഉള്ള ശക്തിയുള്ള എന്തിനേക്കാളും പ്രധാനമാണ് ക്രിസ്തു. ദൈവം എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ ശക്തിயின் കീഴിലാക്കി.
സഭയ്ക്കു വേണ്ടി എല്ലാറ്റിന്റെയും അധിപതിയായും ദൈവം യേശുവിനെ വാഴിച്ചു. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവൻ എല്ലാം എല്ലാ തരത്തിലും പൂർണ്ണമാക്കുന്നു. എഫേസ്യർ അധ്യായം 2. മുമ്പ് നിങ്ങളുടെ ആത്മീയ ജീവിതം പാപങ്ങളാലും ദൈവവിരുദ്ധ പ്രവൃത്തികളാലും മൃതമായിരുന്നു. അതെ, മുമ്പ് നിങ്ങൾ ആ പാപങ്ങൾ ചെയ്തു ജീവിച്ചു. ലൗകിക ജീവിതമായിരുന്നു നിങ്ങളുടേത്. ഭൂമിയുടെ മേൽ ദുഷ്ടശക്തികളുള്ള ഭരണാധിപനെ നിങ്ങൾ പിന്തുടർന്നു. ദൈവത്തെ അനുസരിക്കാത്തവരിൽ ആ ദുരാത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. മുമ്പ് നമ്മളും ആ മനുഷ്യരെ പോലെ ജീവിച്ചിരുന്നു. നമ്മൾ നമ്മിലെ പാപം നിറഞ്ഞ സ്വയത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ മനസ്സും ശരീരവും കാക്ഷിച്ചതെല്ലാം നാം ചെയ്തു. നാം ദുഷ്ടരായിരുന്നു. നമ്മുടെ ജീവിത രീതി മൂലം നാം ദൈവകോപത്തിന് വിധേയരാകേണ്ടിയിരുന്നു. മറ്റെല്ലാവരെയും പോലെയായിരുന്നു നാമും. എന്നാൽ മഹത്തായ കാരുണ്യമുള്ള ദൈവം നമ്മെ വളരെ സ്നേഹിച്ചു. നാം ആത്മീയമായി മൃതരായിരുന്നു. കാരണം ദൈവത്തിന് വിരോധമായി നാം പാപം ചെയ്തിരുന്നു എന്നത് തന്നെ. എന്നാൽ ദൈവം നമുക്ക് ക്രിസ്തുവിനോടൊത്ത് പുതിയ ജീവൻ നൽകി. ദൈവത്തിന്റെ കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മെ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തുകയും സ്വർഗീയ സ്ഥാനങ്ങളിൽ അവനോടൊത്ത് നമ്മെ ഇരുത്തുകയും ചെയ്തു. യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ് ദൈവം ഇത് ചെയ്തത്. ഭാവിയിലെന്നും തന്റെ കാരുണ്യത്തിന്റെ സമൃദ്ധി കാണിക്കാനാവും വിധമാണ് ദൈവം ഇത് ചെയ്തത്. യേശുക്രിസ്തുവിൽ നമ്മോട് ദയാലുവായിക്കൊണ്ടാണ് ദൈവം ആ കാരുണ്യം പ്രകടിപ്പിക്കുന്നത്. ദൈവ കാരുണ്യത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾക്ക് ആ കൃപ ലഭിച്ചതും. നിങ്ങൾ സ്വയം രക്ഷിച്ചില്ല, ദൈവത്തിന്റെ ദാനമായിരുന്നു അത്. നിങ്ങളുടെ പ്രവൃത്തികളല്ല നിങ്ങളെ രക്ഷിച്ചത്. അതിനാൽ ഒരാൾക്കും തങ്ങൾ സ്വയം രക്ഷിച്ചുവെന്ന് അഹങ്കരിക്കാനാവില്ല. നമ്മളെ പുതിയ മനുഷ്യരാക്കിയത് ദൈവമാണ്. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യും വിധം ദൈവം നമ്മെ ക്രിസ്തു യേശുവിൽ പുതിയ മനുഷ്യരാക്കി. ദൈവം ആ നല്ല പ്രവൃത്തികൾ നമുക്കായി ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. നന്മകൾ ചെയ്തുകൊണ്ടുള്ള ജീവിതത്തെ അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ജാതികളായി പിറന്നവരാണ് നിങ്ങൾ. യഹൂദർ നിങ്ങളെ അഗ്രചർമ്മക്കാർ എന്ന് വിളിച്ചു. നിങ്ങളെ അഗ്രചർമ്മക്കാർ എന്ന് വിളിച്ച യഹൂദർ സ്വയം പരിച്ഛേദനക്കാർ എന്ന് വിശേഷിപ്പിച്ചു. അവരുടെ പരിച്ഛേദന അവർ തന്നെ സ്വന്തം ശരീരത്തിൽ ചെയ്യുന്നതാണ്. മുമ്പ് ക്രിസ്തു നിങ്ങളോടൊത്തില്ലായിരുന്നു എന്നോർക്കുക. നിങ്ങൾ ഇസ്രായേൽ പൗരന്മാരല്ലായിരുന്നു. ദൈവം തന്റെ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ നിയമങ്ങളും നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷകളോ ദൈവത്തെപ്പറ്റിയുള്ള അറിവോ ഉണ്ടായിരുന്നില്ല. അതെ, ഒരു സമയത്ത് നിങ്ങൾ ദൈവത്തിൽ നിന്നും വളരെ അകലെയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തു യേശുവിൽ ദൈവത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തത്. ക്രിസ്തു മൂലം നമുക്കിപ്പോൾ സമാധാനമുണ്ട്. ക്രിസ്തു യഹൂദരെയും ജാതികളെയും ഒരുമിപ്പിച്ചു. യഹൂദരും ജാതികളും അവർക്കിടയിൽ ഒരു മതിൽ കെട്ടിയതുപോലെ വേർപിരിഞ്ഞിരുന്നു. അവർ പരസ്പരം വെറുത്തു. എന്നാൽ ക്രിസ്തു തന്റെ സ്വന്തം ശരീരം നൽകുക വഴി വെറുപ്പിന്റേതായ ആ മതിൽ തകർത്തു. യഹൂദ ന്യായപ്രമാണത്തിന് അനേകം കൽപ്പനകളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തു ആ ന്യായപ്രമാണം അവസാനിപ്പിച്ചു. ഇരുവിഭാഗം ജനതയെയും തന്നിൽ പുതിയ മനുഷ്യരാക്കി ഒന്നിപ്പിക്കുകയായിരുന്നു ക്രിസ്തുവിന്റെ ഉദ്ദേശം. അങ്ങനെ യേശു സമാധാനം സ്ഥാപിക്കും. കുരിശിലൂടെ ക്രിസ്തു ഇരുവിഭാഗങ്ങൾക്കിടയ്ക്കുമുള്ള വെറുപ്പ് അവസാനിപ്പിച്ചു. ഇരുവിഭാഗങ്ങളും ഒരു ശരീരമായതിനു ശേഷം അവരെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ക്രിസ്തു ആഗ്രഹിച്ചു. തന്റെ ക്രൂശീകരണത്തിലൂടെ ക്രിസ്തു ഇത് ചെയ്തു. ദൈവത്തിൽ നിന്നും വളരെ അകന്നു കഴിഞ്ഞിരുന്ന നിങ്ങൾക്കിടയിൽ വന്ന് യേശു സമാധാനം പ്രസംഗിച്ചു. ദൈവത്തോട് അടുത്തിരുന്നവർക്കിടയിലും യേശു ഇത് തന്നെ ചെയ്തു. അതെ, നമുക്കെല്ലാവർക്കും ക്രിസ്തുവിലൂടെ ഒരാത്മാവിൽ പിതാവിലേക്ക് വരുവാൻ അവകാശമുണ്ടായി. അതുകൊണ്ട്
ഇപ്പോൾ യഹൂദരല്ലാത്ത നിങ്ങൾ വിദേശീയരോ അപരിചിതരോ അല്ല. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ജനത്തോടൊപ്പമുള്ള പൗരന്മാരും ദൈവത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം പോലെയാണ്. അപ്പോസ്തലന്മാരും പ്രവാചകരും ഒരുക്കിയ അടിത്തറയിലാണ് ആ കെട്ടിടം പണിതുയർത്തിയിരിക്കുന്നത്. ക്രിസ്തു തന്നെയാണ് ആ വീടിന്റെ ആണിക്കല്ല്. ആ കെട്ടിടം മുഴുവൻ ക്രിസ്തുവിൽ പണിതു ചേർത്തിരിക്കുന്നു. ക്രിസ്തു അതിനെ വളർത്തുകയും അത് കർത്താവിൽ ഒരു വിശുദ്ധ മന്ദിരമായി തീരുകയും ചെയ്തു. ക്രിസ്തുവിൽ നിങ്ങൾ യഹൂദരോടൊപ്പം കൂട്ടിയിണക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആത്മാവിലൂടെ ജീവിക്കുന്ന സ്ഥലമായി നിങ്ങളെ പണിത് ചേർക്കുന്നു. എഫേസ്യർ അധ്യായം 3. ഇക്കാരണത്താൽ പൗലോസ് എന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ തടവുകാരനാകുന്നു. നിങ്ങളുടെ നന്മയ്ക്കായി ദൈവം തന്റെ കൃപയാൽ എനിക്ക് നൽകിയിരിക്കുന്ന വേല നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവം തന്റെ രഹസ്യ പദ്ധതി എനിക്ക് വെളിവാക്കി തന്നു. അതിനെപ്പറ്റി കുറച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ക്രിസ്തുവിനെ പറ്റിയുള്ള യഥാർത്ഥ സത്യത്തെപ്പറ്റി എനിക്കെന്തറിയാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നവരെ ഈ രഹസ്യ സത്യം അറിയിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ദൈവം ആത്മാവിലൂടെ ആ രഹസ്യം തന്റെ വിശുദ്ധ പ്രവാചകർക്കും അപ്പോസ്തലന്മാർക്കും കാട്ടിക്കൊടുത്തു. ആ സത്യം ഇതാണ്: ജാതികൾക്കും യഹൂദരെ പോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ പങ്കുണ്ട്. ജാതികളും യഹൂദരും ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാകുന്നു. അവർ ദൈവം യേശുക്രിസ്തുവിൽ നൽകിയ വാഗ്ദാനം പങ്കുവെക്കുകയും ചെയ്യുന്നു. സുവിശേഷം മൂലം ജാതികൾക്കും അങ്ങനെ എല്ലാം കിട്ടുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ സുവിശേഷം പറയാൻ ഞാൻ ഒരു ദാസനായിരിക്കുന്നു. ദൈവം തന്റെ ശക്തിയാൽ ആ അനുഗ്രഹം എനിക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ജനതയിൽ ഏറ്റവും നിസ്സാരനാണ് ഞാൻ. പക്ഷേ ക്രിസ്തുവിന്റെ സമ്പന്നതയെപ്പറ്റിയുള്ള സുവിശേഷം ജാതികളോട് പ്രസംഗിക്കുവാനായി ദൈവം എന്നിൽ കൃപ കാണിച്ചു. പൂർണ്ണമായും അറിയാൻ പറ്റാത്ത തരത്തിൽ അത്രയും വലുതാണ് ആ സമ്പത്ത്. ദൈവത്തിന്റെ രഹസ്യ പദ്ധതിയെപ്പറ്റി ജനങ്ങളോട് പറയുന്ന ജോലിയും ദൈവം എന്നെ ഏൽപ്പിച്ചു. കാലാരംഭം മുതൽക്ക് തന്നെ ആ രഹസ്യ സത്യം എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൽ നിഗൂഢമായി കിടക്കുകയായിരുന്നു. ദൈവത്തിന്റെ ജ്ഞാനം പല രീതിയിൽ കാണിക്കുമെന്ന് സ്വർഗസ്ഥലങ്ങളിലുള്ള എല്ലാ ഭരണാധിപന്മാരും ശക്തികളും അറിയുമെന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. സഭയിലൂടെ അവർക്കത് അറിയാൻ സാധിക്കും. ഉൽപ്പത്തി മുതൽ ദൈവം നിശ്ചയിച്ചതനുസരിച്ചാണത്. ദൈവം തന്റെ നിശ്ചയമനുസരിച്ച് പ്രവർത്തിച്ചു. അതവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിറവേറ്റി. ക്രിസ്തുവിൽ നമുക്ക് ഭയമില്ലാതെ സ്വതന്ത്രമായി ദൈവത്തിനു മുമ്പിൽ നിൽക്കാം. ക്രിസ്തുവിലെ വിശ്വാസത്തിലൂടെ നമുക്കത് ചെയ്യാം. അതിനാൽ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ മൂലം നിങ്ങൾ നിരുത്സാഹരാകരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകുന്നു. അതുകൊണ്ട് പിതാവിനു മുമ്പിൽ പ്രാർത്ഥനയിൽ ഞാൻ മുട്ടുകുത്തുന്നു. ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും അവനിൽ നിന്ന് നാമം ലഭിക്കുന്നു. അവന്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ശക്തി നൽകാൻ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു. അവന്റെ മഹത്തായ സമ്പന്നതയാൽ നിങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്താൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം മൂലം ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം സ്നേഹം കൊണ്ട് വേരുറച്ചതും അടിത്തറ പാകിയതുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ദൈവത്തിന്റെ എല്ലാ വിശുദ്ധ ജനത്തിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വലുപ്പം മനസ്സിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും മനസ്സിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതൊരു വ്യക്തിക്കും പൂർണ്ണമായി അറിയാവുന്നതിലും മഹത്തരമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ആ സ്നേഹം അറിയാനുള്ള കഴിവ്
നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ പൂർണ്ണത നിങ്ങളിൽ നിറയ്ക്കപ്പെടും. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതിലോ ചിന്തിക്കാവുന്നതിലോ അധികം അവന് പ്രവർത്തിക്കാം. അവന് സഭയിലും യേശു ക്രിസ്തുവിലും എപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. എഫേസ്യർ അധ്യായം 4. കർത്താവിന്റെ തടവുകാരനായ ഞാൻ ഇനിമേൽ ദൈവജനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എപ്പോഴും എളിമയോടും സൗമ്യതയോടും കൂടിയിരിക്കുക. ക്ഷമിക്കുകയും പരസ്പരം സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക. ആത്മാവിലൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തന്നെ തുടരുവാൻ നിങ്ങൾക്കാവുന്നതെല്ലാം ചെയ്യുക. സമാധാനം നിങ്ങളെ ഒന്നാക്കി തീർക്കട്ടെ. ഏക ശരീരവും ഏക ആത്മാവുമാണുള്ളത്. ഏക പ്രത്യാശയ്ക്കായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. ഏക കർത്താവ്, ഏക വിശ്വാസം, ഏക സ്നാനവുമാണുള്ളത്. ഏക ദൈവവും എല്ലാറ്റിനും ഏക പിതാവും അവൻ എല്ലാറ്റിനെയും ഭരിക്കുന്നു. അവൻ എല്ലായിടവും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക വരം നൽകി. ഓരോരുത്തർക്കും എന്തു കൊടുക്കണമെന്ന് ക്രിസ്തു നിശ്ചയിച്ചത് തന്നെ ഓരോരുത്തർക്കും ലഭിച്ചു. അതുകൊണ്ട് തിരുവെഴുത്തുകളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവൻ ആകാശത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോയി, അവൻ തടവുകാരെ തന്നോടൊപ്പം കൊണ്ടുപോവുകയും ജനങ്ങൾക്ക് വരങ്ങൾ നൽകുകയും ചെയ്തു. അവൻ ഉയരത്തിലേക്ക് പോയി എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ആദ്യം അവൻ ഭൂമിയിലേക്ക് താണു വന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് യേശു താഴേക്ക് വന്നു. അവൻ തന്നെയാണ് ഉന്നതങ്ങളിലേക്ക് പോയത്. അവൻ എല്ലാ സ്വർഗങ്ങൾക്കും മുകളിലേക്ക് ഉയർന്നു. എല്ലാറ്റിലും അവനെ തന്നെ നിറയ്ക്കാനാണ് ക്രിസ്തു അത് ചെയ്തത്. അതേ ക്രിസ്തു തന്നെ ജനങ്ങൾക്ക് വരങ്ങളും നൽകി. ചിലരെ അവൻ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകരാക്കി, ചിലരെ സുവിശേഷ പ്രസംഗകരാക്കി, ചിലരെ ദൈവത്തിന്റെ ജനതയുടെ ആട്ടിടയന്മാരും അധ്യാപകരുമാക്കി. ശുശ്രൂഷകൾക്കായി ദൈവത്തിന്റെ വിശുദ്ധ ജനത്തെ തയ്യാറാക്കുവാനാണ് ക്രിസ്തു ആ വരങ്ങൾ നൽകിയത്. ക്രിസ്തുവിന്റെ ശരീരത്തെ ശക്തമാക്കാനാണ് അവൻ ആ വരങ്ങൾ നൽകിയത്. നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള വിശ്വാസത്തിലും അറിവിലും ഒരുമിക്കും വരെ ഈ ജോലി തുടരേണ്ടതുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ പക്വതയും പൂർണ്ണതയും ഉള്ളവരായി വളരണം. അപ്പോൾ നാം ഇനിയും ശിശുക്കളായിരിക്കില്ല. തിരമാലകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴലുന്ന കപ്പൽ പോലെ മാറുന്നവരായിരിക്കുകയുമില്ല. നാം നമ്മെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നവരുടെ പുതിയ പ്രബോധനങ്ങൾക്കും നാം വശംവദരാവുകയില്ല. തെറ്റായൊരു മാർഗത്തിലേക്ക് ആളുകളെ നയിച്ച് മണ്ടന്മാരാക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അവർ ഒരുക്കുന്നു. ഇല്ല, നമ്മൾ സത്യം സ്നേഹത്തോടെ സംസാരിക്കും. എല്ലാ തരത്തിലും ക്രിസ്തുവിനെ പോലെ നാം വളരും. ക്രിസ്തു ശിരസും നമ്മൾ ശരീരവുമാകുന്നു. ശരീരം മുഴുവൻ ക്രിസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. ഓരോ ശരീരഭാഗവും അതാതിന്റെ ജോലി ചെയ്യുന്നു. മുഴുവൻ ശരീരത്തെയും സ്നേഹത്തിൽ ശക്തിപ്പെടുത്തി വളരാൻ അത് സഹായിക്കുന്നു. കർത്താവിനായി ഞാൻ ഇത് നിങ്ങളോട് പറയുകയും അതിൽ ഊന്നുകയും ചെയ്യുന്നു. അവിശ്വാസികളെപ്പോലെ ഇനിയും ജീവിക്കരുത്. നിഷ്ഫലമായ ചിന്തകളാണ് അവരുടേത്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കേൾക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണിത് സംഭവിക്കുന്നത്. അതിനാൽ ദൈവം നൽകുന്ന ജീവിതത്തെ നേടാൻ അവർക്കാവില്ല. അവർക്ക് ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ജീവിതത്തെ തെറ്റ് ചെയ്യാനായി അവർ ഉപയോഗിക്കുന്നു. കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്യാനാണ് അവർക്ക് താൽപ്പര്യം. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആ ചീത്ത കാര്യങ്ങൾ പോലെയല്ല. അവനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അവനിൽ എന്നവണ്ണം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെ, സത്യം യേശുവിലാകുന്നു. നിങ്ങളിലെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുകയും അശുദ്ധ കർമ്മങ്ങൾ ചെയ്തു ജീവിക്കാതിരിക്കുകയും ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദുഷ്പ്രവർത്തികൾ മൂലം
ആളുകൾ വഞ്ചിതരാകുന്നതിനാൽ ആ പഴയ ജീവൻ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പുതുക്കം പ്രാപിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ മനുഷ്യനാകാൻ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെപ്പോലെ യഥാർത്ഥത്തിൽ നല്ലതും പരിശുദ്ധവുമാകും വിധം യഥാർത്ഥ നന്മയോടെ ആ പുതിയ വ്യക്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നുണ പറയുന്നത് നിങ്ങൾ നിർത്തണം. എല്ലായ്പ്പോഴും പരസ്പരം സത്യം പറയുക. കാരണം ഒരേ ശരീരത്തിൽ കഴിയുന്നവരാണ് നാം. കോപം ഉണ്ടാകുമ്പോൾ പാപം ചെയ്യാനിടയാകരുത്. ദിവസം മുഴുവൻ കോപം വച്ചുകൊണ്ടിരിക്കുകയും അരുത്. പിശാചിന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ഇട നൽകരുത്. മോഷ്ടാവ് മോഷണം നിർത്തണം. എന്നിട്ടവൻ ജോലി ചെയ്യണം. അവൻ തന്റെ കൈ നന്മ എന്തെങ്കിലും ചെയ്യാൻ ഉപയോഗിക്കട്ടെ. അപ്പോൾ തനിക്കുള്ളത് പാവങ്ങൾക്ക് പങ്കുവെക്കാൻ അവന് കഴിയും. ദുഷിച്ച സംസാരം നിങ്ങൾ നടത്താതിരിക്കുക. മറ്റുള്ളവരെ ശക്തരാക്കും വിധം വേണ്ട കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരെ അത് സഹായിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്നുള്ള ദൈവിക സാക്ഷ്യമാണ് പരിശുദ്ധാത്മാവ്. തക്ക സമയത്ത് ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നുള്ളതിന് സാക്ഷ്യമായാണ് ദൈവം ആ ആത്മാവിനെ നിങ്ങൾക്ക് തന്നത്. ശത്രുത, ക്രോധം, കോപം എന്നിവ ഒരിക്കലും കാട്ടാതിരിക്കുക. കോപിച്ചലറുകയോ മറ്റുള്ളവരെ വേദനിപ്പിക്കും വിധം എന്തെങ്കിലും പറയുകയോ ചെയ്യരുത്. ദുഷ്ടതകളൊന്നും പ്രവർത്തിക്കുകയും അരുത്. പരസ്പരം ദയാലുക്കളും ലോലഹൃദയരുമാവുക. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുക. എഫേസ്യർ അധ്യായം 5. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങൾ. അതിനാൽ ദൈവത്തെപ്പോലെയാകുവാൻ ശ്രമിക്കുക. സ്നേഹത്തിൻ്റെതായ ഒരു ജീവിതം നയിക്കുക. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ക്രിസ്തു സ്വയം നമുക്ക് നൽകി. അവൻ ദൈവത്തിന് സുഗന്ധം നിറഞ്ഞ വഴിപാടും യാഗവുമായിരുന്നു. എന്നാൽ നിങ്ങൾക്കിടയിൽ ലൈംഗിക പാപം അരുത്. യാതൊരുവിധ ദുഷ്ടതയോ അത്യാഗ്രഹമോ പാടില്ല. എന്തെന്നോ അതൊന്നും ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന് ചേർന്നതല്ല. നിങ്ങൾക്കിടയിൽ ദുഷിച്ച വാക്കുകളും ഉണ്ടാകരുത്. വിഡ്ഢിത്തരങ്ങളോ വൃത്തികെട്ട തമാശകളോ നിങ്ങൾ പറയാതിരിക്കുക. അതൊന്നും നിങ്ങൾക്ക് ചേർന്നതല്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ലൈംഗിക പാപം ചെയ്യുന്നവനോ ദുഷ്ടത പ്രവർത്തിക്കുന്നവനോ വിഗ്രഹാരാധന ചെയ്യുന്നവനോ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്ത് ഒരു സ്ഥാനവും ഉണ്ടാകില്ലെന്ന വസ്തുത നിങ്ങൾക്കുറപ്പിക്കാം. വിഗ്രഹാരാധകർ വ്യാജ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അസത്യങ്ങൾ പറഞ്ഞ് ആരും നിങ്ങളെ വഞ്ചിക്കാൻ ഇട കൊടുക്കരുത്. ദൈവത്തിന്റെ ഉഗ്രമായ കോപം അനുസരിക്കാത്തവരുടെ മേൽ പതിക്കാൻ ഇത്തരം ചെയ്തികൾ കാരണമാകും. അതിനാൽ ഇതേ പെരുമാറ്റം അവരോടുകൂടെ ചെയ്യരുത്. മുമ്പ് നിങ്ങൾ ഇരുട്ട് നിറഞ്ഞവരായിരുന്നെങ്കിലും ഇപ്പോൾ നിങ്ങളിൽ കർത്താവിന്റെ പ്രകാശം നിറഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രകാശത്തിന്റെ കുഞ്ഞുങ്ങളെപ്പോലെ കഴിയുക. പ്രകാശം എല്ലാത്തരം നന്മകളെയും സൽജീവിതത്തെയും സത്യത്തെയും കൊണ്ടുവരുന്നു. കർത്താവിനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്ന് പഠിക്കുക. ഇരുട്ടിൽ ആണ്ടവരുടെ പ്രവൃത്തികൾ ചെയ്യരുത്. അത് നന്മയൊന്നും ചെയ്യുകയില്ല. ഇരുട്ടിലെ ആ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ നന്മകൾ ചെയ്യുക. അവർ ചെയ്യുന്ന രഹസ്യ പ്രവൃത്തികളെപ്പറ്റി പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ലജ്ജാകരമാണ്. അവ തെറ്റാണെന്ന് നാം തെളിയിക്കുമ്പോൾ പ്രകാശം അവയുടെ യഥാർത്ഥ രൂപം കാണുക എളുപ്പമാക്കുന്നു. പ്രകാശമാണ് എല്ലാം എളുപ്പത്തിൽ ദൃശ്യമാക്കുന്നത്. അതിനാലാണ് നാം ഇങ്ങനെ പറയുന്നത്: ഉറങ്ങുന്നവനെ ഉണരൂ, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കൂ, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ ശ്രദ്ധാലുവാകുക. അജ്ഞരായവരെ പോലെ ജീവിക്കരുത്. വിവേകത്തോടെ ജീവിക്കുക. നന്മ ചെയ്യാൻ ലഭിക്കുന്ന എല്ലാ അവസരവും നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. കാരണം ഇത് ചീത്തക്കാലമാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് വിഡ്ഢിത്തരം കാട്ടരുത്. കർത്താവിന്
വേണ്ടത് ചെയ്യാൻ പഠിക്കുക. വീഞ്ഞു കുടിച്ച് മത്തരാകാതിരിക്കുക. അത് നിങ്ങളെ ആത്മീയമായി നശിപ്പിക്കും. എന്നാൽ ആത്മാവിനാൽ നിറയപ്പെടുക. സങ്കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും ആത്മീയ ഗാനങ്ങളാലും പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനായി പാടുകയും സംഗീതം ഉണ്ടാക്കുകയും ചെയ്യുക. എല്ലാറ്റിനും പിതാവായ ദൈവത്തോട് നന്ദി പറയുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവന് നന്ദി പറയുക. നിങ്ങൾ അന്യോന്യം അനുസരിക്കുവാൻ സന്നദ്ധരാകുക. എന്തെന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ ആദരിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്നതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അധികാരത്തിന് കീഴിലാകുക. ക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. സഭ ക്രിസ്തുവിന്റെ ശരീരവും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷകനുമാകുന്നു. സഭ ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലാണ്. ഭാര്യമാരെ, നിങ്ങൾക്കും അങ്ങനെ തന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. ക്രിസ്തു സഭയ്ക്കു വേണ്ടി മരിച്ചു. സഭയെ വിശുദ്ധമാക്കാനാണ് അവൻ മരിച്ചത്. സഭയെ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ ക്രിസ്തു സുവിശേഷ പ്രസംഗം ഉപയോഗിച്ചു. തേജസ്സുള്ള ഒരു മണവാട്ടി എന്ന പോലെ സഭയെ തനിക്കു വേണ്ടി നൽകുവാനാണ് ക്രിസ്തു മരിച്ചത്. സഭയെ ശുദ്ധീകരിച്ച് തെറ്റുകുറ്റങ്ങളോ ദുഷ്ടപാപങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള തിന്മകളോ ഇല്ലാതാക്കാനാണ് ക്രിസ്തു മരണം വരിച്ചത്. ഭർത്താക്കന്മാരും അങ്ങനെ വേണം ഭാര്യമാരെ സ്നേഹിക്കാൻ. സ്വന്തം ശരീരത്തെ എന്ന പോലെ അവൻ ഭാര്യമാരെ സ്നേഹിക്കണം. തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വയം സ്നേഹിക്കുകയാണ്. എന്തെന്നോ, ആരും സ്വന്തം ശരീരത്തെ ഒരിക്കലും വെറുക്കുകയില്ല. എല്ലാവരും സ്വന്തം ശരീരത്തെ തീറ്റിപ്പോറ്റി പരിപാലിക്കുന്നു. അതുതന്നെ ക്രിസ്തുവും സഭയ്ക്കു വേണ്ടി ചെയ്യുന്നു. കാരണം നമ്മൾ അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാകുന്നു. തിരുവെഴുത്തു പറയുന്നു, അതിനാൽ ഒരു പുരുഷൻ തന്റെ അപ്പനമ്മമാരെ വിട്ട് തന്റെ ഭാര്യയോട് ഒട്ടിച്ചേരുന്നു, അവരിരുവരും ഒരു ദേഹമായി തീരുന്നു. ആ രഹസ്യ സത്യം വളരെ പ്രധാനമാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും പറ്റിയാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം സ്നേഹിക്കുന്നത് പോലെ സ്വന്തം ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ആദരിക്കുകയും വേണം. എഫേസ്യർ അധ്യായം 6. മക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. ശരിയായ ധർമ്മം അതാണ്. കൽപ്പന ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ അപ്പനമ്മമാരെ നിങ്ങൾ ബഹുമാനിക്കണം. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണിത്. വാഗ്ദാനം ഇതാണ്: അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും, നിനക്ക് ഭൂമിയിൽ ഒരു ദീർഘകാല ജീവിതവും ഉണ്ടാകും. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ ഒരിക്കലും പ്രകോപിതരാക്കരുത്. എന്നാൽ കർത്താവിന്റെ പരിശീലനത്തിലും ഉപദേശത്തിലും അവരെ വളർത്തുക. അടിമകളെ, ഭൂമിയിലെ നിങ്ങളുടെ യജമാനന്മാരെ അനുസരിക്കുവിൻ. ഭയത്തോടും ആദരവോടും കൂടി അനുസരിക്കുക. ക്രിസ്തുവിനെ നിങ്ങൾ അനുസരിക്കുന്നത് പോലെ ഹൃദയംഗമായി അനുസരിക്കുക. യജമാനന്മാർ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ മാത്രം അനുസരിച്ചാൽ പോരാ. ക്രിസ്തുവിനെ അനുസരിക്കുന്നത് പോലെ അവരെ അനുസരിക്കുക. അങ്ങനെ ദൈവത്തിന്റെ വിധി ഹൃദയംഗമായി നിറവേറ്റുകയും ചെയ്യുക. നിങ്ങളുടെ ജോലി സന്തോഷത്തോടെ നിർവഹിക്കുക. മനുഷ്യരെ സേവിക്കുന്നത് പോലെയല്ല, കർത്താവിനെ സേവിക്കുന്നത് പോലെ വേണം ജോലി ചെയ്യുവാൻ. നന്മ ചെയ്യുന്നവർക്ക് കർത്താവ് തക്ക പ്രതിഫലം തരുമെന്ന് ഓർമ്മിക്കുക. ഓരോരുത്തർക്കും അവൻ അടിമയായാലും സ്വതന്ത്രനായാലും നന്മ ചെയ്താൽ അതിന് തക്ക പ്രതിഫലം കിട്ടും. യജമാനന്മാരെ, അതേപോലെ നിങ്ങളും അടിമകൾക്ക് നന്മ ചെയ്യുക. അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നും പറയരുത്. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ യജമാനനായ ദൈവം എല്ലാവരെയും ഒരുപോലെ വിധിക്കുന്നു. ഈ കത്ത് അവസാനിക്കും മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. കർത്താവിലും അവന്റെ അതിശക്തിയിലും കരുത്തരാകുക. ദൈവത്തിന്റെ പൂർണ്ണ കവചം ധരിക്കുക.
എങ്കിൽ പിശാചിന്റെ കുടില തന്ത്രങ്ങളെ നിങ്ങൾക്ക് ചെറുക്കാനാകും. നമ്മുടെ പോരാട്ടം ഭൂമിയിലെ ജനങ്ങൾക്കെതിരായല്ല, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ഭരണാധികാരികൾക്കും വാഴ്ചകൾക്കും ശക്തികൾക്കുമെതിരാണ്. സ്വർഗീയ സ്ഥലങ്ങളിലുള്ള ദുരാത്മാക്കൾക്കെതിരായാണ് നാം പോരാടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവിക കവചം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ദുർദിവസങ്ങളിൽ നിങ്ങൾക്ക് കരുത്തോടെ നിൽക്കാനാകും. യുദ്ധം മുഴുവൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് നേരെ നിൽക്കാൻ കഴിയും. നിങ്ങളുടെ അരയിൽ സത്യത്തിന്റെ അരപ്പട്ട കെട്ടി ശക്തരായി നിൽക്കുക. നീതിയുടെ മാർച്ചട്ടയും അണിയുക. കരുത്തോടെ നിൽക്കുവാൻ നിങ്ങളുടെ കാലുകളിൽ സമാധാനത്തിന്റെ സുവിശേഷം ധരിക്കുക. വിശ്വാസത്തിന്റെ പരിചയം ഉപയോഗിക്കുക. അങ്ങനെ ദുഷ്ടൻ അയക്കുന്ന ഓരോ തീയമ്പും തടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. രക്ഷയുടെ യുദ്ധത്തൊപ്പി ധരിക്കുക. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളുമെടുക്കുക. എല്ലായ്പ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുക. എല്ലാത്തരം സ്തുതികൾ ഉപയോഗിച്ചും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കണം. ജാഗ്രത കൈവെടിയാതെ എല്ലാ ദൈവജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. എനിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒരിക്കൽ മറച്ചുവച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ സത്യം എനിക്ക് ധൈര്യപൂർവം വിളിച്ചു പറയാൻ, എന്റെ പ്രസംഗവേളകളിൽ എനിക്ക് വാക്കുകൾ തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സുവിശേഷം പ്രസംഗിക്കേണ്ടതിലേക്കായി ഞാനിപ്പോൾ തടവറയിലാണ്. സുവിശേഷം പ്രസംഗിക്കേണ്ട രീതിയിൽ ഭയരഹിതനായി അത് ചെയ്യാൻ വേണ്ടി എനിക്കായി പ്രാർത്ഥിക്കുക. ഞാൻ എങ്ങനെയോ ചെയ്യേണ്ടത് അങ്ങനെ ഭയലേശമില്ലാതെ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് കഴിയണമെന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ സ്നേഹിക്കുന്ന തിഹിക്കോസ് എന്ന സഹോദരനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തനായ ദാസനാണവൻ. എനിക്ക് സംഭവിക്കുന്നതെല്ലാം അവൻ പറഞ്ഞു തരും. അപ്പോൾ എന്നെപ്പറ്റിയും എന്റെ പ്രവൃത്തികളെപ്പറ്റിയും നിങ്ങൾക്കറിയാൻ കഴിയും. അതിനാലാണ് ഞാൻ അവനെ അയക്കുന്നത്. ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ് ഞാൻ അവനെ അയക്കുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും വിശ്വാസത്തോടെയുള്ള സ്നേഹവും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അന്തമില്ലാതെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയും ഉണ്ടാകട്ടെ.